യു കെയിലെ നല്ല മഴയൊക്കെയുള്ള ഒരു രാത്രി, അധികം തിരക്കില്ലാത്ത ആ ഒരാളൊഴിഞ്ഞ ഹൈവേയിൽ പെട്ടെന്ന് എങ്ങു നിന്നോ ഒരു ഗോൾഡൻ ടൊയോട്ട സുപ്ര പ്രത്യക്ഷപ്പെട്ടു. 317 km/h എന്ന ഭ്രാന്തൻ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു സുപ്രയെ ഫോളോ ചെയ്തു യു കെയിലെ പോലീസും തൊട്ടുപിറകിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ നീണ്ട ഒരു ചേസിന് ശേഷം ആ ഒരു ടൊയോട്ട സുപ്ര പോലീസിന് മുമ്പിൽ കീഴടങ്ങി. ഈ ഒരു ടൊയോട്ട സുപ്ര ഇത്രയും സ്പീഡിൽ അന്ന് ഓടിച്ചിരുന്നത് ഒരു പ്രൊഫഷണൽ റേസറൊന്നും അല്ലായിരുന്നു. പകരം ആ കാറിൽ ഉണ്ടായിരുന്നത് ജപ്പാനിൽ നിന്നുള്ള ഒരു കാർ ട്യൂണർ ആയിരുന്നു. ആളുടെ പേരാണ് കസുഹികോ നഗാട്ട, അഥവാ ദി ഗോഡ് ഫാദർ ഓഫ് ജാപ്പനീസ് കാർ ട്യൂണിംഗ് എന്നറിയപ്പെടുന്ന ദി ലെജൻഡറി സ്മോക്കി നഗാട്ട. സ്മോക്കി നഗാട്ട ജപ്പാനിലെ വെറുമൊരു കാർ ട്യൂണർ മാത്രമല്ലായിരുന്നു, കാർ ട്യൂണിങ്ങിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മാസ്റ്റർ മൈൻഡ് കൂടെയായിരുന്നു. ഇന്നൊരു കൾട്ട് ലൈക്ക് ഫോളോവേഴ്സ് ഉള്ള ടോപ്പ് സീക്രട്ട് എന്ന പേരിലെ ആ ഒരു ട്യൂണിംഗ് ഷോപ്പൊക്കെ തുടങ്ങിയത് നമ്മുടെ ഈ നഗാട്ട തന്നെയായിരുന്നു. നഗാട്ടയുടെ ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്പീഡിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു ലാബ് പോലെയാണ്. ഓരോ 1000 HP മോൺസ്റ്റേഴ്സിനെയൊക്കെ പുള്ളി ഈ ഒരു ട്യൂണിംഗ് ഷോപ്പിൽ നിന്ന് പടച്ചു വിടുന്നത് ഒരു സയൻറ്റിസ്റ്റ് ലെവൽ ആക്യുറസിയിലും പ്രിസിഷനിലും ഒക്കെയാണ്. അത്യാവശ്യം നല്ല കാറുകളൊക്കെ പുള്ളിയുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അതിലേക്ക് നല്ല മാരക ബീസ്റ്റ് എൻജിൻസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് എത്രമാത്രം കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് നോക്കാറാണ് അവിടുത്തെ പതിവ്. സ്മോക്കി നഗാട്ടയുടെ ആ ഒരു V12 സുപ്രയെ പറ്റി കേട്ടില്ലേ? നോർമലി ഒരു MK4 സുപ്ര എന്നൊക്കെ പറഞ്ഞാൽ 2JC 3 ലിറ്റർ ഇൻലൈൻ എഞ്ചിനും 320 ഹോഴ്സ് പവറും ഒക്കെ ആയിരിക്കും. എന്നാൽ നമ്മുടെ സ്മോക്കി നഗാട്ടയുടെ ഗോൾഡൻ സുപ്ര MK4-ൽ പുള്ളി ചെയ്തത് എന്തെന്ന് വെച്ചാൽ ടൊയോട്ട സെഞ്ചുറിയുടെ 5 ലിറ്റർ V12 എഞ്ചിൻ എടുത്ത് അത് ട്വിൻ ടെർബോ ചാർജ് ചെയ്ത് 1000 ഹോഴ്സ് പവർ ആക്കി കസ്റ്റം ബിൽഡ് ചെയ്തെടുത്തതാണ്. നഗാട്ട ഈ ഒരു സുപ്ര ബിൽഡ് ചെയ്തത് കാർ ഷോസിന് മാത്രം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു സുപ്ര വെച്ച് തന്നെ സ്പീഡ് ബാരിയേഴ്സും ഒക്കെ ബ്രേക്ക് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. ജാപ്പനിലെ ഹൊക്കൈഡോയിലായിരുന്നു നഗാട്ട ജനിച്ചത്. തൻ്റെ കൊച്ചുനാളുകൾ തൊട്ടേ നഗാട്ടയ്ക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് ഒബ്സഷൻ ആയിരുന്നു. ഹൈ സ്പീഡിൽ കാറുകളിൽ റേസ് ചെയ്ത് നടക്കുന്നതും ഹൈ സ്പീഡ് കാറുകൾ ബിൽഡ് ചെയ്ത് എടുക്കുന്നതും ഒക്കെ നഗാട്ടയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നീട് സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് നഗാട്ട ടൊയോട്ടയിൽ ഒരു മെക്കാനിക്കായി ജോലിക്ക് കയറി. കാർ ട്യൂണിംഗ് അപ്പോഴും ഒരു ഒബ്സഷൻ ആയിരുന്ന നഗാട്ടയ്ക്ക് ജോലി കഴിഞ്ഞ ശേഷം കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ മണിക്കൂറുകളോളമാണ് തൻ്റെ ഗ്യാരേജിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവിടെ പുള്ളി സ്വന്തം കാഴ്സിനൊക്കെ ഹൈ സ്പീഡ് ട്യൂണിങ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു രാത്രി ഇങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാർ എഞ്ചിൻ ബ്ലോൺ ആയി ആ ഗ്യാരേജ് ഫുൾ പുക കൊണ്ട് നിറഞ്ഞു. ഈ ഒരു സംഭവം ഇടയ്ക്ക് നടക്കുന്നത് കൊണ്ടും കാഴ്സൊക്കെ ബേൺ ഔട്ട് അടിച്ച് സ്മോക്ക് ചെയ്ത് നിറയ്ക്കുന്നതൊക്കെ കൊണ്ട് നഗാട്ടയ്ക്ക് അവിടുത്തെ ജനങ്ങൾ ഒരു ഇരട്ടപ്പേര് നൽകി, സ്മോക്കി എന്നായിരുന്നു ആ ഇരട്ടപ്പേര്. പക്ഷേ അന്നിങ്ങനെ ആ ഇരട്ടപ്പേരിട്ട് വിളിച്ചവർക്ക് അറിയില്ലായിരുന്നു ഈ ഒരു പേരിൽ തന്നെ അറിയപ്പെടാനിരിക്കുന്നത് ഒരു ഗ്ലോബൽ ഐക്കണായിട്ടായിരിക്കുമെന്ന്. അങ്ങനെ പിന്നീട് നഗാട്ട ടൊയോട്ടയിലെ ജോലിയൊക്കെ രാജിവെച്ച് ടോപ്പ് സീക്രട്ട് എന്ന കാർ ട്യൂണിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ടോപ്പ് സീക്രട്ട് എന്ന പേര് പുള്ളി അങ്ങനെ വെറുതെ ഒന്നും ഇട്ടതല്ല കേട്ടോ. ആ സമയത്തെ ജാപ്പനിലെ ജെന്റിൽമെൻസ് അഗ്രിമെന്റ് പ്രകാരം 276 ഹോഴ്സ് പവർ ആൻഡ് ഓൾസോ 180 km/h മുകളിൽ പവറും സ്പീഡും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാറുകൾക്ക് ബാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി തൻ്റെ ട്യൂണിംഗ് ഷോപ്പിൽ രഹസ്യമായി ബിൽഡ് ചെയ്തെടുത്തിരുന്ന സുപ്രയെയും GTR-ൻ്റെയും സിൽവിയുടെയും ഒക്കെ ബീസ്റ്റ് വേർഷൻസ് എല്ലാം രാത്രിയിൽ പബ്ലിക് അറ്റൻഷൻ കിട്ടാത്ത ഇടങ്ങളിലായിട്ടായിരുന്നു ടെസ്റ്റിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അധികം ആരും അറിയാതിരുന്ന സ്മോക്കി നഗാട്ടയെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ഗ്ലോബൽ ഐക്കണാക്കി മാറ്റിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു 1998-ലെ UK മിഡ് നൈറ്റ് റൺ. ഒരു പ്രൊമോഷണൽ ടൂറിൻ്റെ ഭാഗമായിട്ട് സ്മോക്കി നഗാട്ടയും നഗാട്ടയുടെ ഗോൾഡൻ സുപ്രയും UK-ലെത്തുന്നു. എന്നാൽ നഗാട്ടയ്ക്ക് വെറുതെ കാറൊന്ന് ഷോക്കേസ് ചെയ്താൽ മാത്രം പോരായിരുന്നു. എഞ്ചിനീയറിംഗിൻ്റെയും ട്യൂണിങ്ങിൻ്റെയും ഒക്കെ കാര്യത്തിൽ യൂറോപ്പുകാരെ പോലെ തന്നെ ജാപ്പനീസുകാർക്കും പണി അറിയാം എന്നുകൂടി ലോകത്തിന് മുമ്പിൽ തെളിയിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ UK-ലെ ആ തണുത്ത മഴയൊക്കെയുള്ള രാത്രി A1M മോട്ടോവേയിൽ ക്യാമറാസ് ഒക്കെ സെറ്റ് ചെയ്ത് അതുവരെ ആരും ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന ആ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അദ്ദേഹം ഒന്ന് ചെയ്യുന്നു. ആ ഒരു പബ്ലിക് റോഡിൽ ഗോൾഡൻ സുപ്രയിൽ ഒരു യമണ്ടൻ ബേൺ ഔട്ട് അടിച്ച ശേഷം
കാർ ഹൈ സ്പീഡിൽ പറപ്പിച്ചു. 317 km/h ആയിരുന്നു അന്ന് സ്മോക്കി നഗാട്ടയുടെ സുപ്ര അച്ചീവ് ചെയ്ത ടോപ്പ് സ്പീഡ്. പിന്നീട് നമ്മൾ NFSലേക്ക് കാണുന്ന പോലെയൊക്കെ ഒരുപാട് പോലീസ് കാഴ്ചയൊക്കെ പുറകെ പാഞ്ഞെത്തി. അങ്ങനെ ഒരു നീണ്ട ഒരു പോലീസ് ചേസിന് ഒടുവിലാണ് നഗാട്ടയുടെ ആ ഗോൾഡൻ സുപ്ര പോലീസിന് മുമ്പിൽ കീഴടങ്ങുന്നത്. അങ്ങനെ ഉണ്ടായ പോലീസ് അറസ്റ്റിൽ പുള്ളിക്ക് ഒരു രാത്രി ഫുൾ ജയിലിൽ കഴിയേണ്ടി വരികയും അത് കൂടാതെ വമ്പൻ ഫൈനും 10 വർഷത്തേക്ക് UK-യിൽ കയറുന്നതിനുള്ള വിലക്കും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് 1 വർഷത്തേക്കുള്ള സസ്പെൻഷനും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ചിലർക്ക് നഗാട്ടയുടെ ഈ ഒരു ഇൻസിഡൻറ്റ് ഒരു ഷോ ഓഫ് ആയിട്ടായിരിക്കാം തോന്നുന്നത്. പക്ഷേ അന്നത്തെ ആ വെറ്റ് ആൻഡ് സ്ലിപ്പറി ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ 317 ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. ട്രാക്ഷൻ ആൻഡ് കൺട്രോൾ മാത്രമല്ല, സുപ്രയുടെ ആ ഒരു അപ്ഗ്രേഡഡ് ട്വിൻ ടേബോ എഞ്ചിനും എയറോഡൈനാമിക്സിനായിട്ട് ലോവർ ചെയ്തിരിക്കുന്ന ബോഡിയും ഒക്കെ നഗാട്ടയുടെ എഞ്ചിനീയറിംഗ് മികവ് തന്നെയാണ്. ഇപ്പം നഗാട്ട അല്ല, വേറൊരാളാണ് മറ്റൊരു കസ്റ്റം കാറിൽ ഇത് ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ ചിലപ്പോൾ കാറിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ എൻജിൻ ബ്ലോൺ ആകാനോ ഒക്കെ ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അറസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയിട്ടും നമ്മുടെ സ്മോക്കി നഗാട്ട വെറുതെ ഇരുന്നില്ല. ആ സമയത്തെ സൂപ്പർ കാസിന് ഒക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സുപ്രകളും GT-Rകളും ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ജാപ്പനിൽ വർഷം തോറും നടന്നു വരുന്ന ടോക്കിയോ ഓട്ടോ സലൂൺ എന്ന ഓട്ടോ ഷോയിൽ ബെസ്റ്റ് മോട്ടറിങ്ങിനുള്ള അവാർഡും പിന്നീട് അങ്ങനെയുള്ള ഒരുപാട് വേറെ അവാർഡുകളും നഗാട്ടയെ തേടിയെത്തി. അങ്ങനെ പതിയെ സ്മോക്കി നഗാട്ട ഒരുപാട് ട്യൂണേഴ്സിൻ്റെയും കാർ ലവേഴ്സിൻ്റെയും ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷനായിട്ട് മാറി. യു കാൺട്ട് അണ്ടർസ്റ്റാൻഡ് എ കാർ അൺലെസ് യു ഡ്രൈവ് ഇറ്റ് അറ്റ് ഇറ്റ്സ് ലിമിറ്റ് എന്ന ലോകത്തിന് മുമ്പിൽ ഒരിക്കൽ സ്മോക്കി നഗാട്ട പറയുകയുണ്ടായി. സത്യത്തിൽ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പുള്ളി ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. കാറുകൾ വെറും കുറേ മെഷീൻസ് അല്ല, അവർക്കും ഒരു ആത്മാവുണ്ട് എന്നും മനുഷ്യനും കാർ എഞ്ചിനും തമ്മിലുള്ള ലിമിറ്റ്സ് ബ്രേക്ക് ചെയ്യുക എന്ന ദൗത്യമൊക്കെ അദ്ദേഹം വീണ്ടും ഭംഗിയായി ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് സ്മോക്കി നഗാട്ടയെ പറ്റിയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അർജുൻ സൈനിങ് ഓഫ്. ബൈ ബൈ.